ഈ പെണ്ണ് ഇത്രയും ദിവസമായിട്ട് എന്താ വിളിക്കാത്ത? 2 ദിവസമായല്ലോ വിളിച്ചിട്ട്. ആദ്യം വിളിച്ചു നോക്കിയാൽ തന്നെ ഇടക്കുണ്ടാവുള്ളൂ. ഹലോ, എന്താടി ഇജ്ജൊന്നും ഇങ്ങോട്ട് വിളിക്കൊന്നും ചെയ്യാത്ത? ഇജ്ജ് ഇങ്ങനെ ടൂറൊക്കെ നടന്ന പൈസ ചെലവാക്കാൻ വേണ്ടിട്ട്. ഓല് പോവും. ഓലെ ഞാൻ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് എന്തെല്ലാം കടങ്ങളുണ്ട് ഓനിക്ക്. ഓനിക്ക് ഈ കല്യാണത്തിൽ തന്നെ ഒരുപാട് കടങ്ങൾ വന്നിട്ട് അതൊക്കെ വീട്ടണ്ടേ? ഓൻ പണിക്ക് പോയിക്കോട്ടെ, എന്നിട്ട് കടങ്ങൾ വീടിയിട്ടൊക്കെ മതി ടൂറൊക്കെ. അതന്നെ പറയണത്. ആ പെണ്ണ് ഈ നേരം വരെ ആയിട്ട് നീച്ചിട്ടില്ല. അപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഒന്ന് നേരത്തെ കാലത്ത് നീച്ച് വരും കൂടി ചെയ്യൂല ഓള്. ഞാൻ വിളിച്ചു വന്നിട്ടാ നിക്ക. എനിക്കിപ്പോ അയല്ല പണി. വാണെന്നുണ്ടെങ്കിൽ നീച്ച് വന്നോ. എന്നും ഞാനാണ് അടുക്കളയിൽ കയറുന്നത്. ഒരു നേരം ഓളൊന്നും അടുക്കളയിൽ കയറുന്നില്ല. ഒരു 4 അടിച്ചു പോരും, ആ പാത്രങ്ങൾ കൊണ്ട് കഴുകും, എന്നിട്ടാണ് പോയി കുളിക്കും. അത് കഴിഞ്ഞ ഒത്തുകാണ് കേറിയ പിന്നെ ചോറുന്നാണ് അങ്ങോട്ട് ഇറങ്ങി വരിക. ഞാൻ എന്താ കാട്ടണം? ഒരു കാര്യം ചെയ്യേ, വൈകുന്നേരം അങ്ങോട്ട് വായോ. 4 ദിവസം നിന്നിട്ട് ആൾക്കാണ് പോവാ. എന്തായാലും ഇജ്ജ് ഇവിടെ വന്നിട്ട് ഓളൊന്ന് പാഠം പഠിപ്പിക്കണം. അത് നടക്കുള്ളൂ. കുട്ടികളെ സ്കൂൾ ബസ്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ അനക്ക് ഇങ്ങോട്ട് വരാം. ഇതിപ്പോ എന്തത്താ കഥ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഇത്രയും ദിവസമായിട്ട് ഓളൊന്നും നല്ലപോലെ നീച്ച വന്നിട്ടില്ല. ആൾക്കാര് കണ്ടാ മോശല്ലേ? അതന്നെ പറയണത്. അന്ന് വൈകുന്നേരം അങ്ങോട്ട് വായ. ഇനിയിപ്പോ ഞാൻ പറയണത് ഇങ്ങോട്ട് കേക്ക് എന്തേലും ചെയ്യും. ഇനിയിപ്പോ കാണാലോ, അവിടെ ഇവിടെയും ചുമരുമൊക്കെ ആയിട്ട് പല്ലിയുടെ പോലെ ഒട്ടിപ്പിടിച്ച് നിക്കുഞ്ഞി. ഒന്നും പറയാൻ പറ്റൂല. എങ്ങനത്തെ ജാതിയാന്ന് ആർക്കറിയാം. എന്തായാലും ശരി, എന്നാലും വെച്ചാളാ. അങ്ങോട്ട് വരട്ടെ. വന്നിട്ട് വേണം പാട്ടിട്ടൊന്നും പഠിപ്പിക്കാണ്ട്. എല്ലാ പണികളും എടുത്ത് ചീലാക്കിപ്പിക്കണം. പിന്നല്ലേ ഓക്ക് പേടില്ലായുള്ളൂ. ഇജ്ജ് നീച്ച് വന്നാ? എവിടെടാ എന്റെ പെണ്ണുങ്ങള്? തലവേദന? ഇവിടെ എന്താ ആർക്കും തലവേദന ഒന്നും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഓക്ക് തന്നെ അസുഖം. ഇതൊന്നും കേടുള്ളോളാണ് ഇജ്ജ് ഇങ്ങോട്ട് കൊടുന്നിക്കണത്. നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണി. ചക്ക ചിലക്കൂടെ ഒന്ന് പറയിപ്പിക്കാൻ നിക്കണ്ട കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചായ എടുത്ത് കുടിച്ചോ. അന്റെ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് കിട്ടിയിട്ട് ഇജ്ജ് തൽക്കാലം കുടിക്കലുണ്ടാവൂല. അതൊക്കെ ഞാൻ കുടിച്ചോളാം. ഇത് മണ്ണും ചാണും ഇല്ലാത്തൊരു സാധനമായല്ലോ അപ്പൊ. ഒരു പെൺകോന്റെ ചെക്ക ഇങ്ങനെ ഒന്ന് ഏഞ്ഞിയുടെ കല്യാണത്തിന്റെ മുന്നേ എന്താ പറഞ്ഞാൽ അത് മാത്രം കേട്ടിന്നു. ഒരാഴ്ച കൊണ്ട് മാറ്റാണ് ഇപ്പത്. മര്യോളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. പോയക്ക. ആയിഷ, നബീസാത്തെ നിങ്ങൾ കേറിയിരുന്നു. ഞാനെടി എന്റെ മര്യോളൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണേ. ഓളെവിടെ? ഓളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. 2 ദിവസമായിട്ട് കാണാനില്ല. അപ്പൊ ഞാൻ ഒന്ന് കാണാലോചിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓളെ കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലതന്നെ നബീസാത്ത. ഈ നേരം വരായിട്ട് ഓള് നീച്ചിട്ടൊന്നുമില്ല. അതെ, നീക്കൊന്നും ചെയ്യൂല. എല്ലാത്തൊരു പെണ്ണാട്ടെന്നാല്. ഞാൻ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് മണ്ടി പോന്നതാണ്. ഇനിയിപ്പൊ ആരെ കാണാനല്ലേ? എന്ത് പറയാനാ? ഓനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൂടുന്നതല്ലേ ഇപ്പത്. ഇപ്പൊ ഓനൊരു മണ്ണും ചാണും ഇല്ലാത്തൊരു സാധനം അയക്കണം. ഒരു പെൺകോന്തൻ തന്നെ പറയാം. അങ്ങനെ അയക്കണ എന്റെ മകൻ. രണ്ടും കൂടി പ്രേമിച്ചതല്ലേ. ഞാൻ വിചാരിച്ചു നല്ലൊരു പെരക്കാരേക്കാരെന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊക്ക് കിട്ടിയത് വളരെ മോശമായി പോയി. ഇജ് എത്ര കാണിച്ചിട്ട് ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ അടങ്ങറാവണത്? എന്റെ മരുകളൊക്കെ കണ്ടു പഠിക്കണം. ഇനി നേരെ വെളുക്കണേന് മുന്നേ നീക്കും ചെയ്യും, എല്ലാ പണികളും ചെയ്യും. ഇത് ഇജ്ജ് പഠിപ്പിക്കണോടത്താണല്ലോ. അപ്പൊ വേറെ എന്തെന്നപ്പാ പറയാ? അത് നിങ്ങൾ പറഞ്ഞേ ശരി. ഞങ്ങൾ മരുകളും എല്ലാ പണികളും എടുക്കണേ ഞാൻ കാണലുണ്ട്. അതിനൊരു പരാതി ഇല്ല, ഒന്നുമില്ല. നേരത്തെ നീക്കണ്, മുറ്റൊക്കെ അടിച്ചു വരുന്നു. ഇതൊക്കെ തന്നെ ഇനി എന്റെ ആഗ്രഹം ഉണ്ടായി. നിന്റെ മരുകൾ അങ്ങനെ ആവണം എന്നുള്ളത്. തെറ്റ് പറ്റി പോയി ഇപ്പൊക്ക്. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇരിക്കും, ഞാൻ കസാല എന്തെങ്കിലും ഇട്ടുതരാം. വേണ്ടടിക്ക് കസാല ഒന്നും വേണ്ട. ഞാൻ എന്റെ മരോളൊന്ന് കാണാച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വേണേ ഒരാഴ്ച ആയില്ല കല്യാണം കഴിഞ്ഞ. കല്യാണത്തിന്റെ അന്ന് കണ്ടതാ. പിന്നെ ഒരു ദിവസം ഞാൻ അതിൽ കൂടെ പോകുമ്പോ പുറത്തൊന്നും കാണാനും ഇല്ല.
അപ്പൊ വിചാരിച്ചിരുന്ന ഓളോർക്ക് പോയിട്ടുണ്ടാവും. ഇത്രയും ദിവസമായിട്ട് അന്യം കാണാനില്ല, ഓളും കാണാനില്ല പുറത്തേക്ക്. അതാ ഒന്ന് തിരക്കി വന്നത്. അപ്പൊ വന്നപ്പോ ഫ്രിഡ്ജ് പണിയോട് എടുക്കുക. ഇനിയിപ്പോ എന്തായാലും ഓളെ കാണാൻ പറ്റും നിനക്ക് തോന്നുന്നില്ല. ഓളെ മലയാളന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാലല്ലേ ഉള്ളൂ. നിങ്ങക്ക് ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം. വേണ്ട ഇടിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് വന്നിക്കണേ. നീയിപ്പൊ മരിയോളം ഒറ്റക്കല്ലേ ഉള്ളൂ അവിടെ. ഞാൻ എന്തായാലും അവിടെ പോയോക്കട്ടെ. എന്റെ മരിയോള് നീച്ചിട്ട് ഞാൻ കാണലുണ്ടാവൂല. നല്ലത്. നിങ്ങൾ പിന്നെ വരുണ്ടോ? അപ്പളെങ്ങാനും ഒന്ന് കാണാം ഓളെ. എന്നാ ആയിക്കോട്ടെടി. എന്നാല് ഞാൻ വരണ്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ. ഞാൻ വന്നീന്ന് എന്റെ മരിയോളോടൊന്ന് പറഞ്ഞാളാ. അയൽവാസികളൊക്കെ ഒന്ന് കാണട്ടെ ഓളെ. ആരും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ആയിട്ടും. ആയിക്കോട്ടെ. അയൽവാസികളൊക്കെ ചോദ്യം തുടങ്ങി ഇവിടെ എവിടെയെന്നുള്ളത്. ഓളെ പെരന്റെ ഉള്ളത്തെ പഠിപ്പാണല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കണത്. അവള് ജീവിച്ച് വരട്ടോളൂ. ഹലോ മേഡം, നീക്കണില്ലേ? അല്ലിക്ക സമയം എത്രയായി? സമയം 7:30 മണി. 7:30? ഒന്നോ, എന്ത് പണിയായിക്കങ്ങള് കാണിച്ചേ. ഇങ്ങനെ നീച്ച് പോകുമ്പോ നിങ്ങൾക്ക് ഇന്നൊന്ന് വിളിച്ചൂടെ? ഞാൻ ഈ അവിടെ കിടന്നോട്ടെ വിചാരിച്ച്. ഇപ്പൊ 2 ദിവസമായിട്ട് നേരം വൈകിട്ടാണ് ഞാൻ നീക്കണത്. ഇന്നലെ ഒന്നും ഉമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലാന്നുള്ളു. ഉമ്മാന്റെ മനസ്സിലുണ്ടാവും എന്തായാലും. അമ്മ എന്നോട് ചോദിച്ചു എവിടെയെന്നുള്ളത്. ഇന്നൊക്കെ നീച്ചു പോകുമ്പോ ഇന്നൊന്ന് വിളിച്ചാലെന്താ? എന്നാ പിന്നെ ആ സമയത്ത് ഞാനും നീക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങളെ കൂലിയൊക്കെ കഴിഞ്ഞില്ലേ? ഇമ്മ എന്താ വിചാരിക്ക? ഞാൻ ഇന്നും ഇങ്ങനെ തന്നെയാണ് നയക്കാരൻ. അങ്ങനൊന്നും ഉണ്ടാവൂലെന്ന്. ഇത് ഓരോ തോന്നലാണ് എനിക്ക്. എന്നിട്ട് എന്താ നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞത്? എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. തലവേദന? വെയ്യ. നിങ്ങൾ എവിടേക്ക് രാവിലെ തന്നെ കുളിച്ചിട്ട്? അതറിയില്ല, എനിക്കിന്ന് വർക്ക് ഉണ്ട്. ഇന്ന് പോണ്ടേക്ക. എനിക്ക് ഇന്ന് പെരേക്കൊന്ന് പോണമെന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് പോയിട്ട് പോലും ഇല്ലല്ലോ. തേട്ടത്തിന് വിളിച്ച്, വിരുന്ന് നിൽക്കാൻ വിളിച്ച്, എന്നിട്ടൊന്നും പോയിട്ടില്ല. നമുക്കൊന്നൊന്ന് പെരേ പോയി വരിക. ഓൽക്കും ഉണ്ടാവില്ല ഇപ്പൊ നമ്മളെ കാണാനൊരു പൂതി. അതെങ്ങനെ പോവാക്കിന്ന് വർക്ക് ഉള്ളതല്ലേ? എന്തെങ്കിലും പറഞ്ഞ ലീവ് എടുക്കി. ലീവ് കിട്ടാതിരിക്കൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ലീവ് ഒക്കെ കിട്ടും. നല്ല കുട്ടിയല്ലോ. ഒന്ന് പോണ്ടെന്ന്. നോക്കട്ടെ. ഞാൻ എന്തായാലും അവിടെ പോയോക്കട്ടെ. അമ്മ എന്താ പറയണാവും. ഉമ്മ എന്ത് പറഞ്ഞാലും ജാണ്ടൊന്നും പറയണ്ട. എന്താ വിചാരിച്ചിട്ടുണ്ടാവണാവോ. ഞാൻ അവിടെ ഇതേപോലെ തന്നെയാണ് നീക്കാറ്. എന്തായാലും പോയോക്കാം. സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചിട്ട് വേണം. ഉമ്മ നീച്ചാ എന്താ ചെയ്യുന്ന നേരവരായിട്ട് നീക്കാഞ്ഞത്? നല്ല തലവേദന ഉണ്ടായിരുന്നു, അതാ നീക്കാഞ്ഞത്. തലവേദന ഒക്കെ എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് അവർക്കൊന്നും നേരത്തെ നീക്കാറൊന്നും ആയിട്ടില്ല. ഈ അടുക്കളയിലൊന്നും വന്നിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യും ഇത്രയും ദിവസമായിട്ട് എടുത്തുക്കണ? എന്നോടൊന്നും ഒരു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഞങ്ങളെ തലയിലായല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ അനുഭവിക്കല്ലാതെ ഇപ്പൊ ഒരു മാർഗം ഇല്ലല്ലോ. ഇജ്ജ് പോയിട്ടേ ആ കറിയൊക്കെ അതാണ് വെച്ചൂട്. കടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഇനിയിപ്പോ കറി എന്തായാലും ഉള്ളു ഉണ്ടാക്കാനാണ് ഉണ്ടാക്കി വെച്ചാളാ. ഇമ്മക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ എനിക്ക് കടി ഉണ്ടാക്കാം. കറി ഇമ്മ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കിയ നേരാവൂല. അത് ശരി, എന്റെ പേർക്കാരപ്പൊ അതും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടൊന്നും ഇല്ലേ? ഈ നേരം വെക്കുമ്പോ ഈ ബാഗും തൂക്കിയിട്ട് ഈ കോളേജിലേക്ക് പോകാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ.
അന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇത്രക്ക് ബോധമില്ല. അവരാരാന്റെ പെരയിൽ വന്ന് കയറാനുള്ളതാണ്, എന്തെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളത് അതൊന്നും ഇല്ലല്ലേ. ഞാനക്കും ഇല്ലല്ലോ ആ ചിന്ത ഒന്നും. എന്റെ മകനെ പ്രേമിച്ച് നടന്നിരുന്ന കാലത്ത് ആ പോലെ പെരേക്ക് പോവാനുള്ള ബോധമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല കൂടുതലായിട്ട്. ഇത് ഈ നീച്ച് വരാത്ത കാരണം ഈ ആൾക്കാരുടെ ഇടയിൽ ഞാനാണ് വസളാവുന്നത്. ഇന്നിപ്പോ ഒരു താത്ത ഇവിടെ വന്ന് അന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ഇല്ലാതായി പോലെ വർത്താനത്തിന്മ. ഇമ്മാക്ക് ഇന്നൊന്ന് വിളിച്ചാ മതിയായിരുന്നു. ഓല് വന്നിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഓലാരും വന്നത്. ഞാൻ എന്നെ വന്ന് വിളിക്കാം. എന്താ ഞാൻ ഇജിന്റെ മകളല്ലേ, എന്നെ വന്ന് ഞാൻ വിളിക്കാനി. ഇജ്ജ് പോയിട്ട് മുറ്റ എന്തെങ്കിലും അടിച്ചോളൂ. എന്നോട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഏറുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ അന്നേക്ക് തിരക്കൂടി എന്നുള്ള പേര് എനിക്ക് കേൾക്കാൻ വെച്ചായിട്ടാണ്. ഒരു മുറ്റൊക്കെ അടിച്ചു വയ്ക്കോ. ഇതെല്ലാം ഞാൻ പറയേണ്ടി, ഇതിലും കൂടുതൽ ഞാൻ പറയാന്ന് വേണ്ട വെച്ചിട്ടാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വെച്ചിട്ടാണ്. എന്താണ് മുഖത്തിനൊരു സങ്കടം? എന്ത് പറ്റി? ഉമ്മ ചീത്താറിന് ആ നേരം വിഘ്നിച്ചിട്ട്. എന്താ പറഞ്ഞത് എന്നോട്? അന്റെ അടുത്ത് പഠിപ്പൊന്നും ഇവിടെ നടക്കൂല, ഇക്ക് കറി ഉണ്ടാക്കാൻ അറിയില്ല അറിഞ്ഞപ്പോഴും ചീത്താറിഞ്ഞു. ഇതുവരായിട്ട് എന്റെ പെരക്കാരെന്നതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ, എന്നിങ്ങനെ കോളേജിക്ക് മാത്രം പോയാ പോരാ, പെരയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കണം എന്നറിഞ്ഞു. ഉമ്മ വെറുതെ പറഞ്ഞേക്കാൻ എന്നോട്. ഇമ്മ വെറുതെ ഒന്നല്ല, ഏതോ താത്തന്നെ കാണാൻ വന്നീന്നത്ര. അപ്പൊ എന്തേലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവേക്കാരം. അതൊക്കെ കൂടെ ഇക്കാരം ഉമ്മാക്ക് എന്നോട് ദേഷ്യം. ഇവിടെ ഉമ്മാക്ക് കുറച്ച് കമ്പനിക്കാരുണ്ട്, ഫുള്ള് ഏഷ്യന്. ഈ അതൊന്നും കാര്യമാക്കി എടുക്കണ്ടട്ടാ. നമുക്ക് വേഗം എന്റെ അടുക്ക് പോവാൻ നോക്കാം. ഉമ്മ എന്ത് പറഞ്ഞാലും ഒന്നും അതിന് മറുപടി പറയണ്ട. ഉമ്മ അങ്ങനെ തന്നെയാണ്. ഉമ്മാന്റെ സ്വഭാവം പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പൊ എന്താ ഈ നേരം വരായിട്ടും ആ മണിയറയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാത്തത്? ഓനിക്കിന്ന് പണിയൊന്നും ഇല്ലേ? ഏടാ ഷമീറ, ഏടാ. അതാ ഉമ്മ വിളിക്കുന്നുണ്ട്. ഇവിടെ നിക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാട്ടോ. എന്തമ്മ, എന്താ വിളിച്ച്? അല്ല, എനക്ക് ഇന്ന് പണിയൊന്നും ഇല്ലേ? ഇജിന്ന് പോണൊന്നുമില്ല? എന്ത് ഈ റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് ഇരിക്കാനുള്ളത്? നേരം വെളുക്കോളം കിടന്ന് ഉറങ്ങുന്നുണ്ട്, എന്നിട്ടും ഇപ്പോഴും പൂതി എടുത്തിട്ടില്ല ഉറങ്ങിയിട്ട് വന്നു. അമ്മ ഞാനിന്ന് ലീവാണ്, ഞാൻ പോണില്ല. ലീവോ? എന്തിനാ ഇജ്ജ് ലീവ് എടുക്കണത്? കല്യാണത്തിന് തന്നെ 3-4 ദിവസം ലീവ് എടുത്താ. ഇനിയിപ്പോ ഇപ്പൊ ഒരു ലീവ് എടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അനക്ക് ഈ പറഞ്ഞ കടങ്ങളൊന്നും ഇല്ലേ? ഒന്ന് വീട്ടൊന്നും വേണ്ട അനക്ക്? എന്നും ലീവ് ഒന്നും എടുക്കണോന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ഒന്ന് ലീവ് എടുക്കണത് ഞാന്. മാപ്പിളി പെണ്ണുങ്ങളും കൂടി ഒത്തുങ്ങാണ്ട് ലീവൊക്കെ എടുത്തിരുന്നോ? ഇവിടെ പട്ടിണി എടുക്കുമ്പോ നോക്കാം നമുക്ക്. ഇന്ത്യക്ക് 10 പൈസ കിട്ടുന്നുള്ള എന്റെ വിചാരമില്ലേ? ഏജാണ് മാറ്റി വെച്ചാളാ. ഒരു ഉറുപ്പ്യ എന്റെ അടുത്തുനിന്ന് കിട്ടൂല. ഇവിടെ ഓരോരുത്തർ പറഞ്ഞു ഓരോന്ന് മുടക്കാനും. എന്താ ഇമ്മ ഇങ്ങനെ? ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളെ കൂടെ വന്നത്. നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞിരുന്നത്? എന്റെ ഉമ്മ നല്ല സ്വഭാവമാണ്, ഒരു കുഴപ്പമില്ലാന്നൊക്കെ അല്ലേ. നമ്മൾ സ്നേഹിക്കണ നേരത്തൊക്കെ നിങ്ങൾ അതല്ലല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ ഉമ്മ അങ്ങനൊക്കെ പറയുന്നത്? ഉമ്മാന്റെ ചില നേരത്തെ സ്വഭാവം അങ്ങനെ. ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ മാറുന്നു വിചാരിച്ചതേന്ന്. ഇജെന്തായാലും പോണ കാര്യമൊന്നും ഉമ്മാട് പോയി പറയ്. ഞാനോ? പേടിക്ക, നിങ്ങളൊന്ന് ചോദിക്കോ? ഞാൻ ചോദിച്ചാ ശരിയാവൂല, ഇജ് എന്നെ ചോദിക്കണം. ഇനി എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ ഉമ്മാന്റെ സമ്മതം കിട്ടേ വേണം. ഞാൻ ചോദിച്ചോക്കട്ടെ. എത്ര മാറാല് തട്ടിയാലും പിന്നെയും വരും. നിങ്ങളെ നല്ല പോലെ പൂട്ടിയിട്ടും ഇല്ല ഇപ്പൊ. ഉമ്മ എന്താണ്?
ഞാനൊക്കെയും കൂടിയും പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എന്റെ പെരേക്കൊന്ന് പോട്ടെ. ഓല് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഓൾക്ക് കാണാൻ പൂതി ഉണ്ടെന്ന് പറഞ്ഞു. ഇമ്മ ഇങ്ങനെ വിളിക്കണുണ്ട് ഒരു ദിവസമെങ്കിലും വന്ന് നിന്നൂടെന്ന് ചോദിച്ചിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ല, ഇതുവരായിട്ടൊന്നും പോയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉണ്ടാണോ. ഇക്കന്ന് ഏതായാലും ലീവല്ലേ, അപ്പൊ ഒന്ന് പോയിങ്ങാണ്ട് വരട്ടെ വെച്ചിട്ടാ. പെരേക്കൊന്നും ഇപ്പൊ തൽക്കാലം പോവണ്ട. ഓനക്ക് പണിയില്ലല്ലോ, പണിക്ക് പോവായില്ലേ. ഒരു 10-15 ദിവസമൊക്കെ ഒന്നാണ്ട് കഴിയട്ടെ, എന്നിട്ട് പോവാ. എന്തായാലും ഇന്ന് കുഞ്ഞോള് വരുന്നുണ്ട്. ഇക്കും ഒറ്റക്ക് ഇതിൻ്റെ ഉള്ളത്തെ പണിയോള് മൊത്തത്തിൽ എടുക്കാൻ വെച്ച ആകൊക്കെ ഒന്നാണ്ട് അടിച്ചൊരി ഇറക്കൊക്കെ ചെയ്തൂട് ചെല്ലേ. ചോദിച്ച എന്താ പറഞ്ഞിമ്മ? ഉമ്മ പോണ്ട പറഞ്ഞിക്ക. അപ്പൊ തന്നെ ഒന്ന് പോണ്ട, ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി എന്നാ പറഞ്ഞത്. കാര്യം ഉമ്മ പറഞ്ഞത് കേൾക്കാൻ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവൂല. ഞാൻ എന്തായാലേ അങ്ങാടിക്ക് പോട്ടെ. ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പോവാ, ഞാൻ ഇവിടെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണ്ടിക്ക. ആര് സംസാരിക്കാനും ഇല്ല, ഒന്നിനും ഇല്ല. ഇമ്മാണെങ്കിൽ ഒന്നും മുണ്ടണ പോലും ഇല്ല. നിങ്ങൾ എവിടേക്കും പോവല്ലേ? ഞാൻ ഇവിടെ ഇരുന്നത് ശരിയാവൂല. ഇമ്മ ഇങ്ങനെ കുറുകുറേനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി പിന്നെ അടക്കം അത് കേൾക്കേണ്ടി വരും. അതിക്കും നല്ല ഞാൻ ഇവിടുന്ന് പോവാണ്. ഇവിടെ ഇരുന്നട്ടോ. എവിടെ എന്റെ ഷർട്ട് വെച്ചത്? അപ്പുറത്തെ റൂമിലുണ്ട്. ഈ പെരന്റെ ഉള്ളില് ഞാൻ ഒറ്റക്കായ പോലെ തോന്നുന്നു. സ്നേഹിച്ചറിഞ്ഞ കാലത്തൊന്നും എനിക്കതൊന്നും പറഞ്ഞില്ല. ഉമ്മ എന്ത് സ്വഭാവം ഇങ്ങനെ ഇപ്പൊ തന്നെ ഇങ്ങനെ ആവുമ്പോ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടാ ഞങ്ങൾ പോകുന്നത് എന്നറിയാം. ഇമ്മയാണല്ലോ. ഹലോ, ആ ഇമ്മ സുഖാണ്, കൊഴപ്പൊന്നുമില്ല. ഇല്ലമ്മ ചായ കുടിച്ചിട്ടില്ല, പണിയോള് ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം കുടിക്കാന്. അവിടുത്തെ പോലെ ആവൂലല്ലോ അമ്മ അവിടെ ഒന്നും. കൊറേയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അവിടെ 7 മണിക്കും 8 മണിക്കൊക്കെ ചായ അടിച്ചിരുന്ന പോലെ ഇപ്പൊ എല്ലായിടത്തും വന്നാലും കുടിക്കാൻ പറ്റൂലല്ലോ. വിഷക്കണൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട്. അവിടെ പുറത്തുണ്ട് ഉമ്മ. ആ ഇക്കപ്പ അങ്ങാടിക്ക് പോയിക്കണു. കൊഴപ്പൊന്നുമില്ല. ഞാൻ വിചാരിച്ചിരുന്ന പോലൊന്നും അല്ല അമ്മ ഇവിടെ ഇവരൊക്കെ സ്വഭാവം. ആകെ മാറ്റമുണ്ട്. ഞാൻ ഇന്നൊരു ദിവസം നേരം വൈകി നീക്കാൻ അതിന് ഒരുപാട് ചീത്ത അറിഞ്ഞു ഉമ്മ എന്നെ. ഉമ്മ ഇപ്പൊ തന്നെ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതകാലം ഞാൻ എങ്ങനെയൊക്കാരോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ശരിയാവും. ഇപ്പൊ തന്നെ ഇവരിങ്ങനെയാണ് പെരുമാറുന്നത്, ഇവിടുത്തെ ഉമ്മയൊക്കെ. ഇക്കാക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, പക്ഷെ ഉമ്മാനെ ഭയങ്കര പേടിയാണ്. ഇക്കാക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം പോലും ഇക്ക എടുക്കണില്ല. നിങ്ങള് പറഞ്ഞ പോലെ ഞാൻ സ്വയം എടുത്ത തീരുമാനമൊക്കെ തന്നെ എനിക്ക് കല്യാണമൊക്കെ. ചക്കൊന്നുമല്ലല്ലോ അമ്മ ചോറ് നോക്കാന്. നോക്കട്ടെ ഞാൻ കുറച്ചും കൂടിയൊക്കെ. എന്തായാലും ഞാൻ അടുത്ത തീരുമാനമല്ലേ കല്യാണം. ഞാൻ തീരെ നിന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് തന്നെയല്ലേ നാണക്കേട് വരിക. എന്നാ ശരി ഉമ്മ, എനിക്ക് പണിയോടുണ്ട്. ഉമ്മ ഞാനാണ്ട് വിളിക്കാം. ശരി എന്നാ. അല്ലജ ആർക്കും ഈ നേരം നോക്കുമ്പോ തന്നെ ഈ ഫോൺ വിളിച്ചിരിക്കണത്? എന്നോട് ഞാൻ പറഞ്ഞ പണികളൊക്കെ ചെയ്തിക്കണ. അല്ല, അത് ഉമ്മ വിളിച്ചതേന്ന് അവിടുന്ന്, അപ്പൊ ഒന്ന് വർത്താനം പറഞ്ഞതാ. ഇമ്മ അതിനൊക്കെ ഓരോ നേരം കാലൊക്കെ ഉണ്ട് വിളിക്കാൻ. ഈ പണിയോളം ഇടയിലെല്ലാം വിളിച്ച് വർത്താനം പറിച്ചില്. പിന്നെ എന്നും ഈ ഫോമുലി ഒന്നും ഇതിനുള്ളിൽ നടക്കൂല.
ഞാൻ പറഞ്ഞുതരാം. ഈ ഫോണുമുള്ള കളി കൊണ്ട് തന്നെയാണ് ഒന്നാമത് നിങ്ങൾ ഈ കല്യാണം നടക്കാൻ കാരണം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ചെയ്യുന്നത്. ഞാൻ കാര്യം പറയാലോ, എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഫോൺ തന്നെ ഇപ്പൊ കാണുന്നതിന് ഭ്രാന്താണ്. ഇനിയിപ്പോ ഫോൺ വിളി ഒന്നും നടക്കൂല. എപ്പോഴെങ്കിലും ഒക്കെ പണികളൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കണ നേരത്തെ ഞാൻ അമ്മക്ക് വിളിച്ചോ, അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഈ പണിയോൾ എന്തേലും വിളിക്കാൻ നിക്കണ്ട. ഇങ്ങനെ വന്നിട്ട് ആ പണിയോൾ എന്തെങ്കിലും ഒക്കെ ചെയ്തോട്. ആ പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങനെ കിടന്ന് ഇടങ്ങാറാവുന്നു. അപ്പൊ 2-3 മാസം കൂടി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തേക്കാരോ.